ഇന്നത്തെ നമ്മുടെ വീഡിയോ ജീരകത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉടനെ ഒരു വീഡിയോ ചെയ്യും ജീരകത്തിന്റെ ഗുണങ്ങളെ കുറിച്ചെന്ന്. അപ്പൊ ജീരകവെള്ളം ഉണ്ടാക്കുമ്പോൾ എത്ര ജീരകം ഇടണമെന്ന് എല്ലാവർക്കും സംശയമാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ എത്ര ജീരകം ഇട്ടാണ് നമ്മൾ ജീരകവെള്ളം ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതുകൂടാതെ ജീരകം നമ്മുടെ ആഹാരത്തിൽ എന്തെല്ലാം രീതിയിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. ജീരകത്തിൽ ഒരുപാട് ഘടകങ്ങൾ, നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ജീരകത്തിൽ പൊട്ടാസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ്, അയൺ എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ അറിയാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ജീരകം നല്ലൊരു ഘടകമാണ്. അതുകൂടാതെ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ BP ഉള്ളവർക്കെല്ലാം ജീരകവെള്ളം കുടിക്കുന്നതും ജീരകം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ജീരകം എത്തത്തക്ക രീതിയിൽ നമ്മുടെ കറികളിലും അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ഒക്കെ ജീരകം ഉണ്ടെങ്കിൽ അത്ര തന്നെ മതി. ഇനി ജീരകത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജീരകത്തിൽ അയണിന്റെ അളവുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളുടെ വളർച്ച, അതായത് അഡോളസൻസ് ഏജിലും അതുപോലെ പ്രഗ്നന്റ് ആയവരിലും ഡെലിവറി കഴിഞ്ഞവരിലും ഒക്കെ ജീരകവെള്ളം അല്ലെങ്കിൽ ജീരകം ഉൾപ്പെടുത്തി ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. കാരണം അയണിന്റെ അളവ് ജീരകത്തിൽ അത്രമാത്രമുണ്ട്. കൂടാതെ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ മുലപ്പാലിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വർദ്ധിക്കുന്നതിന് സഹായിക്കും. കൂടാതെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് ജീരകം. അതുകൂടാതെ നെഞ്ചരിച്ചിൽ, അസിഡിറ്റി എന്നുള്ളവർക്ക് ജീരകം ഉപയോഗിക്കുന്നത് വഴി അവരുടെ ആ അസ്വസ്ഥത കുറയുന്നതിന് സഹായിക്കും. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് നല്ലൊരു നാട്ടുമരുന്ന് തന്നെയാണ് ജീരകം. കാരണം ജീരകവെള്ളം കുടിക്കുന്നതും ജീരകം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം തടയുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ഇനി നമുക്ക് നിത്യാഹാരത്തിൽ ജീരകം എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. നമ്മൾ കറികളിലൊക്കെ ജീരകം ചേർക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ജീരകം ചേർക്കുമ്പോൾ പാക്കറ്റുകൾ വാങ്ങുന്ന ജീരകപ്പൊടി ചേർക്കാതെ ചെറിയ ജീരകം വാങ്ങിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ തന്നെ പൊടിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം പാക്കറ്റുകൾ കിട്ടുന്ന ജീരകത്തിന് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ജീരകം വാങ്ങിച്ച് പൊടിച്ച് ഉപയോഗിക്കുന്നതിനാണ് കറികളിലായാലും നമ്മൾക്ക് അല്ലാതെ വീട്ടാവശ്യങ്ങൾക്കായാലും നല്ലത്. ഇനി നമുക്ക് ജീരക വെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കാരണം ജീരക വെള്ളം തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഒരുപാട് ജീരകം ഇടാറുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാനാണെങ്കിൽ നമുക്ക് അത്രയൊന്നും ജീരകത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജീരക വെള്ളം തിളപ്പിക്കുമ്പോൾ ജീരകത്തിൻ്റെ പൊടി ഒരു കാരണവശാലും ഇടരുത്. ജീരകം തന്നെ, ചെറിയ ജീരകം തന്നെ ഇടണം. 1 ലിറ്റർ വെള്ളത്തിന് 1/4 ടീസ്പൂൺ എന്നാണ് കണക്ക്. അതായത് 4 ലിറ്റർ വെള്ളം നമ്മൾ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇടാം. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ മുമ്പ് ഗ്രീൻ ടീയുടെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മൾ നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം, ഈ 4 ലിറ്റർ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം 1 സ്പൂൺ ജീരകം ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് അടച്ചു വെക്കുക. നമ്മളിപ്പോൾ ജീരകവെള്ളം തയ്യാറാക്കുകയാണെങ്കിൽ രാത്രി നമ്മൾക്ക് കിടക്കുന്നതിന് മുമ്പ് ജീരകം വെള്ളം തയ്യാറാക്കി, ഇതുപോലെ 4 ലിറ്ററാണ് നമ്മൾ തിളപ്പിക്കുന്നതെങ്കിൽ 4 ലിറ്റർ വെള്ളത്തിന് 1 സ്പൂൺ ജീരകം എന്ന കണക്കിൽ തിളപ്പിച്ച് അടച്ച് മൂടി വെച്ചിട്ട് കിടക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം തണുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജീരകവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനുള്ള ജീരകവെള്ളം, അതായത് ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ ഈ വെള്ളം കഴിയും. ഉച്ചയാകുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ തിളപ്പിച്ച് വെക്കാം. കാരണം ജീരകവെള്ളം ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസം വരും. അത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ തോന്നില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീരകവെള്ളം ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കാം. രാത്രി തിളപ്പിച്ച് വെക്കുന്ന വെള്ളം അടുത്ത ദിവസം ഉച്ച വരേക്കും ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തിളപ്പിക്കുന്ന വെള്ളം ഉച്ച മുതൽ രാത്രി വരേക്കും ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെയാണ് ജീരകവെള്ളം ഉപയോഗിക്കേണ്ടത്. രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഒരു ഗ്ലാസ് ഇളം ചൂടലോടുകൂടി ജീരകവെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആ ജീരകവെള്ളത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇളം ചൂടോട് കൂടി കുടിക്കുന്ന ജീരകവെള്ളത്തിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഈ കൊറോണ വന്നതിന് ശേഷം ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മഞ്ഞൾപ്പൊടിയൊക്കെ കോരിയിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. നമുക്ക് അതിൻ്റെ ഗുണം കിട്ടാനാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളൂ. അതും ഈ ജീരകത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മഞ്ഞൾപ്പൊടി, പാക്കറ്റുകളിൽ വാങ്ങുന്ന മഞ്ഞൾപ്പൊടി കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടാറില്ല. നമ്മൾ മഞ്ഞൾ വാങ്ങിച്ച് ഉണക്കിയെടുത്ത് പൊടിച്ചു വെക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. അപ്പോൾ രാവിലെ കുടിക്കുന്ന ഇളം ചൂടോട് കൂടി കുടിക്കുന്ന ജീരക വെള്ളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വയറ് കുറയാനൊക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. അതിൻ്റെ കൂടെ 1 കഷ്ണം പട്ട കൂടെ വേണമെങ്കിലും ഇടാം. കറുകപ്പട്ട എന്ന് പറയുന്ന സംഭവം ഒരു ചെറിയ കഷ്ണം മാത്രം ഇട്ടാൽ മതി. അതൊന്നും ഒരുപാട് ഇടാം. അതുപോലെ തന്നെ കറുകപ്പട്ടയുടെ ഒന്നും പൊടി ഉപയോഗിക്കാനും പാടില്ല. അതിൻ്റെയൊക്കെ 1 കഷ്ണം ഇട്ട് വെള്ളം തിളപ്പിച്ചാൽ തന്നെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ രാവിലെ ജീരകവും പട്ടയും അതുപോലെ തന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട 1 ഗ്ലാസ് വെള്ളം ഇളം ചൂടോടുകൂടി കുടിക്കുന്നത് വഴി നമുക്ക് വയറ് കുറയാൻ ഒരു നല്ല ഡ്രിങ്കായിട്ട് അത് ഉപയോഗിക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് ജീരകത്തിൻ്റെ ഗുണം. അപ്പോൾ ജീരകത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരയ്ക്കും ബൈ.